നമുക്കിപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട്. പാർട്ടിയിൽ എന്താണ് നിലപാടെന്ന് ശ്രീജിത്ത് നമ്മളോട് പറയും. പാർട്ടിയിലെ അന്തഃപുര രഹസ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മിടുക്കനാണ് നമ്മുടെ ശ്രീജിത്ത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല. ഇനി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. അത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം തീരുമാനമെന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ പാർട്ടി രാജിയുടെ കാര്യത്തിൽ ഒരു ഗൗരവ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പരമാവധി ആവശ്യപ്പെട്ടേക്കാം. അതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം, ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ടിംഗ് നടന്നതല്ലാതെ വിശദമായൊരു ചർച്ച നടന്നില്ല. മിനിഞ്ഞാന്ന് നടന്ന CPM-ന്റെ അവൈലബിൾ സെക്രട്ടറി യോഗത്തിലാണ് ഈ മുകേഷിൻ്റെ രാജ്യപ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വിശദമായ ചർച്ചയ്ക്ക് വിധേയമായത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗമായതുകൊണ്ട് തന്നെ അവിടുത്തെ ചർച്ച ഇവിടെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് അജണ്ടയായി ഈ വിഷയം പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എല്ലാ സംസ്ഥാന കമ്മിറ്റിയിലും പൊതു രാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ച അവലോകനം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അവതരിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായി ഈ മുകേഷിനെതിരായ പ്രതിഷേധവും മറ്റും പരാമർശിക്കപ്പെടും. അപ്പോൾ ഇതേപ്പറ്റിയുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാരെ കേൾക്കുകയാണ് ഉദ്ദേശം. അങ്ങനെ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വന്നാൽ പാർട്ടിയിൽ ഭിന്നത എന്ന വാർത്ത വരുമോ എന്നൊരു ആശങ്ക CPM നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് ചർച്ച എത്രത്തോളം ഫലപ്രദമായി നടത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ നേരിയ തരത്തിലുള്ള സംശയങ്ങളാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ തീരുമാനം മറിച്ചാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നതെങ്കിൽ പാർട്ടിയിൽ ഭിന്നത എന്ന വാർത്ത വരും. അത് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. എന്തായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് പാർട്ടിയിൽ മുൻതൂക്കം. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച നടക്കുകയും ആ ചർച്ച മുകേഷിനെതിരായ ഒരു വികാരമായി മാറുകയും ചെയ്താൽ ഒരുപക്ഷെ തീരുമാനം മാറിക്കൂടുന്നില്ല. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ CPM-ൽ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. തീർച്ചയായും അങ്ങനെ നിലപാടിലേക്ക് എടുത്തേക്കാം. നമുക്ക് കാത്തിരിക്കാം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് ശ്രീജിത്ത് പറഞ്ഞതുപോലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായില്ല. കമ്മിറ്റിയിൽ ആ വിഷയം ചർച്ചയാക്കപ്പെട്ടാൽ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുകേഷ് കാത്തിരിക്കുന്നു. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയും നേതാക്കളും നിൽക്കുന്നത്. അതിൻ്റെ കാരണം ശ്രീജിത്ത് ഒരു കാര്യം കൂടി, ഈ തൻ്റെ പക്കൽ ചില തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ആ വിവരം CM-ന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ചില ഇലക്ട്രോണിക് തെളിവുകളാണ്. ഈ നടിയുമായി താൻ ചാറ്റ് ചെയ്തതും ആ നടി അവസാനം തനിക്ക് അയച്ച മെസ്സേജും അടക്കമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷിനോട് രാജി ആവശ്യപ്പെടുന്നതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നാണ് അവർ കണക്കാക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പുറത്തു വന്നാൽ നാളെ മുകേഷ് രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈ ഇലക്ഷൻ വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, അല്ലേ ശ്രീജിത്ത്? അരുൺ സൂചിപ്പിച്ച പോലെ ഈ ഇലക്ട്രോണിക് തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ആയുധമായി മുകേഷ് ഉപയോഗിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ച അതിജീവിതയുമായി നടത്തിയ ഈ വാട്സപ്പ് ചാറ്റുകൾ, മറ്റ് ഇമെയിൽ സന്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അത് റിട്രീവ് ചെയ്ത് മുകേഷ് മുഖ്യമന്ത്രിക്കടക്കം കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ FIR കോഷ് ചെയ്യാനായുള്ള നീക്കമാണ് മുകേഷ് ഇപ്പോൾ നടത്തുന്നത്. അതായത് നേരത്തെ പണം ആവശ്യപ്പെട്ടു, തന്നോട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ ശ്രമിച്ചു, 2022 മുതൽ ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമം നടന്നു എന്നാണ് മുകേഷ് നേരത്തെ ഫേസ്ബുക്കിലൂടെ മറ്റും പങ്കുവച്ച ഒരു നിഷേധക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നത്. അത്തരം തെളിവുകൾ FIR കോഷ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകളാണ് എന്ന തരത്തിലുള്ള നിയമോപദേശവും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മുകേഷിനെതിരെ തിടുക്കപ്പെട്ടൊരു നടപടിയെടുത്ത് അദ്ദേഹത്തെ MLA സ്ഥാനത്ത് ഒഴിവാക്കിയാൽ പിന്നീട് FIR കോഷ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഇത്തരമൊരു പ്രശ്നം കൂടി CPM അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല മുകേഷ് എന്ന ഒരു നിലപാടിലേക്ക് വരുന്നത് എന്നും പാർട്ടി നേതാക്കൾ പറയുന്നു. എന്നാൽ വനിതാ നേതാക്കളടക്കം മറ്റൊരു സമീപനമുണ്ട്. കൊല്ലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും മുകേഷിനെയും പേര് ഇനിയും പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ അവസാന വാക്ക്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ സൈഫുനീസ കൂടി നമുക്കൊപ്പം ചേരുന്നു. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. മുകേഷിന്റെ ചോദ്യം ചെയ്യൽ ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നതിന് പോവുക? മുകേഷ് തലസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ അന്വേഷണ സംഘത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാക്കുന്നത് ഈ നടി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സാഹചര്യ തെളിവുകളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം ഇനി ശേഖരിക്കാൻ പോവുകയാണ്. മുകേഷിൻ്റെ ചോദ്യം ചെയ്യൽ നോട്ടീസ് ഇന്നോ നാളെയോ നൽകാനുള്ള സാധ്യതയുണ്ടോ? മുകേഷിൻ്റെ മാത്രമല്ല, സിദ്ദിഖിനെയും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും ഈ വിഷയത്തിൽ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അടുത്ത നീക്കം അന്വേഷണ സംഘത്തിൻ്റെത്? സൈഫുനീസ.
ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അന്വേഷണ സംഘം ഇപ്പോൾ രഹസ്യമൊഴി എടുക്കുന്നത് വരെയുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പ്രതിയുടെ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് പ്രതിയിലേക്ക് എത്തുക, ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കുക എന്ന നടപടിക്രമമാണ് ഇനിയുള്ളത്. നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇതിൽ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ അന്വേഷണം ഏകദേശം മുൻപോട്ട് പോയിരുന്നു. 13 മണിക്കൂറോളം ആദ്യം ഈ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി 7 പോലീസ് സ്റ്റേഷനുകളിലായി 7 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് എടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മുകേഷ് MLA ആണ്. മരട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മരട് കോടതിയിലാണ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8-ലാണ് ഇന്നലെ ഈ നടിയെ കൊണ്ടുവന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 3 മണിക്കൂറോളം ഈ ജഡ്ജിയുടെ ചേംബറിൽ വെച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ നടി പറഞ്ഞത് താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ ജഡ്ജിയോടും ആവർത്തിച്ചിട്ടുണ്ട്, ഇനി കേസുമായി മുന്നോട്ട് പോകും, കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല, അത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കേസുമായി ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു കാര്യം പറയുന്നത്, ഈ ക്രിമിനലുകളെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാചകങ്ങളാണ് തനിക്ക് പ്രചോദനമായത്, ഇങ്ങനെയൊരു കേസിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമായത് എന്നും ഇന്നലെ ഈ നടി പറഞ്ഞിരുന്നു. എന്തായാലും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ കേസിൽ ഇനി അങ്ങോട്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാന തെളിവായി അന്വേഷണ സംഘത്തിന് ഈ രഹസ്യമൊഴി കയ്യിൽ വെക്കാം. ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുകേഷിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് പോയി ചോദ്യം ചെയ്യുമോ അതല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും നിലവിൽ വ്യക്തതയില്ല. മറ്റ് കേസുകൾ, അതായത് ഇന്നലെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് ഈ മുകേഷിനെ എതിരെ എടുത്ത കേസിൽ മാത്രമാണ് രഹസ്യമൊഴി. മറ്റ് 6 പേർക്കെതിരായ രഹസ്യമൊഴി ഇനി എടുക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ എടുക്കും. അതെപ്പോഴൊക്കെയാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസങ്ങളിൽ വെളിപ്പെടുത്തുകയുള്ളൂ എന്നാണ് എന്നുള്ളത്. എന്തായാലും നിലവിൽ മറ്റ് 6 പേർക്കെതിരെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുണ്ട്. അത് കൂടാതെ തന്നെ മുകേഷിനും ഒപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ്റെയും അറസ്റ്റ് 3-ാം തീയതി വരെ കോടതി തടഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ പോലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനുശേഷം മുൻകൂർ ജാമ്യം ലഭിച്ചാലാണ് അതിന്റെ ഭാഗമായുള്ള അറസ്റ്റ് നടപടികൾ തടയാനും സാധിക്കും. ഇക്കാര്യത്തിൽ മുകേഷിനെ ഇനി ചോദ്യം ചെയ്യണം. അടുത്ത കാര്യം, ഈ 164 എന്ന് പറയുന്നത് രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കറിയാലോ, മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കൂറുമാറാൻ പറ്റത്തില്ല. മാറിക്കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാവും. കോടതിക്ക് മുമ്പാകെ നിങ്ങൾ തെറ്റായ കാര്യമാണ് പറഞ്ഞത്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഒരു ക്രിമിനൽ കേസ് കൂടി ചുമലിൽ വരും. അതുകൊണ്ടാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. രഹസ്യമൊഴി മാറ്റുക എന്നുള്ളത് അത്രയും വലിയ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ, അത്രയും വലിയ സമ്മർദ്ദം പിന്നെ തെളിയിക്കേണ്ടി വരും. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുകേഷിനെതിരാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യമാണല്ലോ. ആ ഗുരുതരമായ കാര്യങ്ങൾ അതേപടി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ നടി ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടിക്ക് ആ മൊഴിയിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. മൊഴിയിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. അതാണ് രഹസ്യമൊഴിയുടെ കുഴപ്പം. അതൊരു കുരുക്കും കൂടിയാണ്. ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷന് വളരെ ശക്തമായിട്ട് പറയാം, ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് അന്വേഷണം നടന്നത് എന്ന് പ്രോസിക്യൂഷന് പറയാൻ കഴിയും. പ്രോസിക്യൂഷന് വളരെ സഹായകരമായിരിക്കും ആ മൊഴികൾ. ഇനിയിപ്പോൾ മുകേഷിൻ്റെ ചുമലിലാണ് സത്യസന്ധത തെളിയിക്കാനുള്ള ബാധ്യത. തീർച്ചയായും അദ്ദേഹം ആ തെളിവുകളുമായി വരട്ടെ. നമ്മൾ മുകേഷിനോടും പറയുന്നത് ആ തെളിവുകൾ പുറത്തുവിടാൻ നമ്മളും തയ്യാറാണ്. താങ്കൾ ആ തെളിവുകൾ പൊതു സമൂഹത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താങ്കൾക്കെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ജനങ്ങൾ അറിയട്ടെ. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ, പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ശ്രീ മുകേഷ്. ബ്ലാക്ക് മെയിലിംഗിൻ്റെ വിവരം താങ്കൾ 2022 അറിഞ്ഞിട്ടും എന്തുകൊണ്ടത് മറച്ചു വെച്ചു? എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഈ പോലീസിൽ അത്ര വിശ്വാസമില്ലെന്ന് തോന്നുന്നു മുകേഷിന്. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുകേഷ് എന്ത് ചെയ്താലും അത് ആ ഘട്ടത്തിൽ അപകടമായി തീരും. തിരിച്ചൊരു ബൂമറാങ് പോലെ വരുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും നിയമപരമായി മുകേഷ് നീങ്ങട്ടെ. തീർച്ചയായും ആരോപണ വിധേയന് തൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. സൈഫ് ന്യൂസിയാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും ചേർന്നത്.